ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു അറബി വില്ലയുടെ സ്മാർട്ട് ലോക്കാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഔട്ട്ഡോറാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വീടിൻ്റെ ഔട്ട്ഡോർ ലോക്കാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിന് 4 ഓപ്ഷനാണുള്ളത്: മൊബൈൽ ആപ്ലിക്കേഷൻ, ഫിംഗർ, നമ്പർ, കാർഡ്. ഓക്കെ, ഇപ്പോൾ ഞാനത് ലോക്ക് ചെയ്തു. ഇനി എൻ്റെ ഫിംഗർ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ലോക്കാണ്. ഇനി എൻ്റെ ഫിംഗർ വെച്ച് ട്രൈ ചെയ്യാം. ഫിംഗർ അൺലോക്ക്, ഫിംഗർ ലോക്ക് ചെയ്തു. വീണ്ടും ക്ലോസ് ചെയ്യാം. ഇനി കാർഡ് വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ കാർഡ് വെച്ചിട്ടാണ് അൺലോക്ക് ചെയ്യുന്നത്. അൺലോക്കായി. ഇപ്പോൾ കാർഡ് വെച്ച് അൺലോക്കായി. ഇനി അടുത്തത് നമ്പർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാം. അഥവാ റാൻഡംലി നമുക്കൊരു പാസ്വേഡ് യൂസ് ചെയ്യാം. അതല്ല, നമുക്കൊരു ഫിക്സഡ് പാസ്വേഡ് ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു റാൻഡം പാസ്വേഡ്. ഇപ്പോൾ ഞാൻ 1 2 3 4 5 6 ആണ് ഇട്ടുള്ളത്. ഹാഷ് നിൽക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അത് അൺലോക്ക് ആയിട്ടുണ്ട്. ഇതന്നെ നമ്മൾ മൊബൈൽ വഴി, സ്മാർട്ട് ലൈഫ് ആപ്ലിക്കേഷൻ വഴി എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം, പവറായിട്ട് ഉപയോഗിക്കാം. DC 12 വോൾട്ട് കൊടുത്തിട്ട് പവറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ യൂസിങ് വരുന്നത് നമുക്ക് സിമ്പിളായിട്ട്. അതുപോലെ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ഈ ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ സെൻസർ ഉണ്ട്. അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നല്ല ലോക്കാണ്, നല്ല റിസൾട്ട് ഉണ്ട്. IP65 ആണ്, വാട്ടർ പ്രൂഫാണ്. ഞാൻ അതിന് മുമ്പ് 2-3 വില്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ കണ്ടിട്ട്, ഇത് കസ്റ്റമർ റിക്വയർമെൻ്റ് ആണ് ഈ 4 ഓപ്ഷൻസ്. ഇപ്പോൾ ഇവരുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരത്ത് ചിലപ്പോൾ അവർ ഉറങ്ങുന്ന സമയമായിരിക്കാം, അപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത സമയത്ത്. അപ്പോൾ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഫിംഗർ വെച്ച് അൺലോക്ക് ചെയ്ത് വീട്ടിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതലും ഈ ലോക്കിൽ ഉപയോഗിക്കുന്നത്.